നമ്മെ ഏർപ്പെടുത്തുകയുണ്ടായി. കേരളീയ മുസ്ലിം പാരമ്പര്യത്തിന്റെ സവിശേഷത ലോകത്തു തന്നെ മാതൃകയാണ് എന്ന് മനസ്സിലാക്കിയതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ കേരളത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആഗമനം, അതിന്റെ പ്രചാരണം, അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമല്ല. 15ാമത് നൂറ്റാണ്ടിലേക്കാണ് ഈ പാരമ്പര്യം കടന്നു ചെല്ലുന്നത്, ഈ പാരമ്പര്യം പ്രവേശിക്കുന്നത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തു തന്നെ ഇസ്ലാം കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇത് നാം മാത്രം പറയുന്ന, നമ്മളോ SKSF-ഓ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോ മാത്രം പറയുന്ന കാര്യമല്ല. ഇത് അംഗീകരിക്കാത്ത ഒരു മതസംഘടനകളും കേരളത്തിലില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിലുള്ള ബിദ്അഈ കക്ഷികളുടെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന മുജാഹിദ് വിഭാഗം, ആ മുജാഹിദ് വിഭാഗം ഇപ്പോൾ 8ാം സമ്മേളനമാണ് രാമനാട്ടുകരയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. 8ാം സമ്മേളനമായപ്പോഴത്തേക്ക് 8ആയി തകർന്നു പിളർന്നു തരിപ്പണമായ ഒരവസ്ഥ, ഈ ദയനീയമായ അവസ്ഥ ലോക ചരിത്രത്തിൽ തന്നെ മറ്റൊരു സംഘടനകൾക്കും ഇല്ലാത്ത വിധം പിളർപ്പിന്റെ ചരിത്രമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുജാഹിദുകൾ. 8ാം സമ്മേളനം നടന്ന മുജാഹിദുകൾ ഇറക്കിയ സമ്മേളന സോവനീറിൽ അതിന്റെ അവസാന പേജിൽ ചേർത്ത അറബി ലേഖനത്തിൽ അവർ കൂടി ഈ പാരമ്പര്യം, അതല്ലെങ്കിൽ പ്രവാചകന്റെ കാലത്തു തന്നെ ഇസ്ലാം കേരളത്തിൽ കടന്നു വന്ന പാരമ്പര്യം അനുസ്മരിക്കുന്നുണ്ട്. അവരെഴുതുന്നത് നോക്കൂ. 8ാം സമ്മേളനത്തിന്റെ സമ്മേളന സോവനീറിന്റെ ഒടുവിലത്തെ പേജിൽ അറബി ലേഖനത്തിൽ അവരെഴുതുന്നത് നോക്കൂ. കേരളത്തിന്റെ പ്രത്യേക വിശദീകരിക്കും. സംസ്ഥാനം പൊതുവിലും ചില പ്രത്യേകതകൾ പുലർത്തുന്നുണ്ട്. ആ പ്രകാരമായി തെളിയിക്കപ്പെട്ടതനുസരിച്ച് കേരളത്തിൽ പ്രവാചകന്റെ ഇസ്ലാം കടവന്നിരിക്കുന്നു. ഇത് കേവലം ഒരു നൂറ്റാണ്ടിന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന മുജാഹിദുകളാണ്. ആ കേരളീയ മുസ്ലിം പാരമ്പര്യത്തിൽ നിങ്ങൾ നോക്കൂ, ഇവിടെ നിർമ്മിക്കപ്പെട്ട പള്ളികൾ, അന്ന് തന്നെ ഇവിടെ പള്ളികൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലെ പള്ളിയാണല്ലോ ഇന്ത്യയിലെ 1ാമത്തെ പള്ളി. ആ പള്ളി അടക്കമുള്ള സ്ഥലങ്ങളിൽ ആ ജുമുഅകളിൽ ഏതെങ്കിലും ഒരു ജുമുഅയിൽ നിർവഹിക്കപ്പെട്ട ഖുതുബയിൽ അറബി അല്ലാത്ത ഭാഷ ഖുതുബ നിർവഹിച്ചിട്ടുണ്ടോ? ഭാഷയിൽ ഖുതുബിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് പറയുന്നതും നമ്മൾ മാത്രമല്ല. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവായ KM മൗലവി എന്ന് പറയുന്ന മുഹമ്മദ് മൗലവി, അദ്ദേഹം തിരൂരങ്ങാടിയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് മലബാർ കലാപത്തിന്റെ കാലത്ത് ഒളിച്ചോടിപ്പോന്ന മനുഷ്യൻ. അദ്ദേഹം തന്റെ പറയുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അദ്ദേഹം പറയാം? സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സഹാബിമാർ, താബിഉകളടക്കമുള്ള മുൻഗാമികളായ സലഫുകളായ സൽവൃദ്ധരായ ആളുകൾ ആരും തന്നെ ജുമുഅ ഖുതുബ പോലുള്ള മതപരമായ പ്രസംഗങ്ങളിൽ അറബിയല്ലാത്ത ഭാഷ ഉപയോഗിച്ചതായിട്ട് നമുക്കറിവില്ല, അങ്ങനെ ഒരു ഗ്രന്ഥത്തിലും നാം കണ്ടിട്ടില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇതെന്ന് തുടങ്ങി? എന്നാണ് ജുമുഅ ഖുതുബ മലയാളീകരിക്കാൻ തുടങ്ങിയത്? മലയാളികൾ മലയാളത്തിൽ, തമിഴന്മാർക്ക് തമിഴില്, തെലുങ്കാനയിൽ തെലുങ്ക്, ബംഗാളി, ഇങ്ങനെ ഭാഷയുടെ മാറ്റിരിക്കാൻ
നബി ചെയ്തിട്ടില്ല. ലോകത്തിന്റെ നാനാഭാഗത്ത് ഇസ്ലാം മത പ്രചാരണം നിർവഹിച്ച സഹാബിമാരാരും ചെയ്തിട്ടില്ല. സഹാബിമാരിൽ നിന്ന് സത്യദീൻ പകർന്നെടുത്ത താബിഈങ്ങൾ ആരും ചെയ്തിട്ടില്ല. ഇന്നേവരേക്കുമുള്ള ഒരാളും ചെയ്തിട്ടില്ല എന്ന് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സ്ഥാപക നേതാവ് സാക്ഷാൽ കെ.എം. മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. ഇനി നിങ്ങൾ നോക്കൂ, അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട പള്ളികളിൽ ഏതെങ്കിലും ഒരു കവ അതല്ലെങ്കിൽ ഒന്നു ചെയ്യുന്ന ഹൗദ് സ്ത്രീകൾക്ക് മാത്രമാണ് ഉള്ളതാണ്, അതല്ലെങ്കിൽ മൂത്രപ്പര സ്ത്രീകൾക്ക് മാത്രമുള്ളത് എന്ന് എഴുതി വെച്ച ഏതെങ്കിലും കാസർഗോഡടക്കം കൊയിലാണ്ടിയിലടക്കം മറ്റു സ്ഥലങ്ങളിലടക്കം സ്വഹാബിമാർ നിർമ്മിച്ച പള്ളികളിലോ പിൻഗാമികൾ നിർമ്മിച്ച പള്ളികളിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ സ്ത്രീകൾക്ക് മാത്രം എന്ന് പറഞ്ഞിട്ട്? കാരണം സ്ത്രീകളെ പുരുഷന്മാരെ പോലെ അല്ലാഹു തആല പിടിച്ചു കെട്ടിയില്ല. സ്ത്രീകൾക്ക് അല്ലാഹു സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. നിങ്ങളുടെ ഈ മഹല്ലിൽ ഇന്ന് ഇശാഇന് ബാങ്ക് കൊടുത്തു. ഞാനടക്കമുള്ള നിങ്ങൾ ആരും തന്നെ ഇവിടെ പരസ്യമായ ഒരു സ്ഥലത്ത് ഏറ്റവും ചുരുങ്ങിയത് 2 ആളുകളെങ്കിൽ ഇശാഇന്റെ ജമാഅത്ത് പരസ്യമായ ഒരു സ്ഥലത്ത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ ഈ ഇരിക്കുന്ന പുരുഷന്മാരെ, ഈ പുരുഷനത്തെ മുഴുവൻ അല്ലാഹു തആല നരകത്തിലിട്ട് ശിക്ഷിക്കും. പക്ഷേ കർശനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സ്ത്രീകൾക്ക് അല്ലാഹു ഒരു ശിക്ഷയില്ല. ആർക്കാണ് പുരുഷന്മാരെടുത്തുകൊണ്ടുവന്ന കാര്യം ജമാഅത്ത് എന്ന് പറയുന്നത്? പക്ഷേ ഇല്ല, അല്ലാഹു തആല വിഷയത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ഇസ്ലാമിന്റെ വിശാലമായ കകർത്തറുകൾക്ക് കൂടിയിൽ സ്വാതന്ത്ര്യം കൊടുക്കൽ സ്ത്രീകളിൽ വരേണ്ടവരാക്കേണ്ടവർക്ക് ബാങ്കുന്നതിന് മുമ്പത്തെ ബാങ്കിന്റെ വിളിയാളം കേട്ടുകൊണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് നിസ്കാര കുപ്പായം എടുത്തുകൊണ്ട് പോകേണ്ടവരാണ് എന്ന ഒരു മതവിധി ഇസ്ലാമിലില്ല. അല്ലാഹു തആല സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ലേഡീസ് ഒള്ളി എന്ന് പറയുന്ന ഒരു വാതിൽ അക്കാലത്ത് അല്ലെങ്കിൽ അതിനുശേഷം വന്ന നൂറ്റാണ്ടുകളായി കാണാൻ കഴിയാത്തത്. പൊന്നാനി പള്ളിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? കൊടുങ്ങല്ലൂർ പള്ളിയിലുണ്ടോ? പന്തലായിരി പള്ളിയിലുണ്ടോ? മാലിക് ബിരുദുണ്ടോ? പക്ഷേ ഇപ്പോൾ അറബി നിർമ്മിക്കുന്ന ചില കോൺക്രീറ്റ് പള്ളികളിൽ കാണാം ലേഡീസ് ഒള്ളി എൻട്രൻസ്. ഇവിടെ ആർക്കാണ് വ്യതിയാനം സംഭവിച്ചത്? നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സത്യദീനിനെ പ്രബോധനം ചെയ്യാൻ വേണ്ടി ഈ ഭൂമികയിലേക്ക് അല്ലാഹു തആല 1,00,000-ൽ പരം പ്രവാചകന്മാരയച്ചു. ആ പ്രവാചകന്മാരുടെ ശരീഅത്തുകളിൽ അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള നിസ്കാരവും മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലുള്ള നിസ്കാരവും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അടിസ്ഥാനപരമായ ഇസ്ലാമിന്റെ കാതലായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതല്ലേ സത്യസാക്ഷ്യം? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ സത്യസാക്ഷ്യ വചനത്തിൽ ഒരു പ്രവാചകന്മാരും തമ്മിലും ഭിന്നിപ്പില്ല. സൃഷ്ടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പാർപ്പിച്ച വിലക്കപ്പെട്ട പഴം ആദം നബി അലൈഹിസ്സലാം ഭക്ഷിച്ചു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന മഹാനായ ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് വളരെ കൃത്യമായിട്ട് ദുആ ചെയ്യുന്ന ഒരു ദുആ മഹാന്മാരായിരിക്കുന്ന അഇമ്മത്ത് ഈ ഹദീസിന്റെ ഇമാമുമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാം പറയുകയാണ്, യാ റബ്ബി, എന്റെ റബ്ബേ, അസ്അലുക ബിഹഖി മുഹമ്മദ് ലിമാ ഗഫർത ലി, ഞാൻ എന്നിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധം നീ പുറത്തു തരുവാൻ വേണ്ടി മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താ നേർക്ക് നേർ അല്ലാഹുവിനോട് ചോദിച്ചാ പോരായിരുന്നില്ലേ? മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു.
ഇതൊരിക്കലും തന്നെ മുജാഹിദുകൾക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല. കാരണം മുജാഹിദുകൾ ഇപ്പോൾ നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ടാണ് കഴിക്കുന്നത്. 1 നൂറ്റാണ്ട്. മഹാന്മാരുടെ ആണ്ട് കഴിക്കാൻ പാടില്ല, മരിച്ചവരുടെ ആണ്ട് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ ഇന്നിതാ ഒരു പ്രത്യേക വ്യക്തിയുടെ നൂറ്റാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വൈരുദ്ധ്യമില്ലേ? ആരാണ് ആ വ്യക്തി? സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളിൽ നിന്നാണ് മുജാഹിദുകളുടെ നവോത്ഥാന പ്രക്രിയ ആരംഭിക്കുന്നത് എന്നാണ് ഇപ്പോൾ മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ ക്രിസ്താബ്ദം 1847 ജനിച്ച് 1912 അന്തരിച്ചു. അങ്ങനെ 2012 ഡിസംബർ ആയപ്പോഴത്തേക്ക് അത് 1 നൂറ്റാണ്ട് പൂർത്തിയായി എന്ന അർത്ഥത്തിലാണ് അവർ നൂറ്റാണ്ട് ആഘോഷിച്ചത്. എന്നാൽ സനാഉല്ലാ മക്തി തങ്ങളുടെ ആദർശം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ കൃതിയുടെ 183-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. സമൃദ്ധികൾ മക്തി തങ്ങളുടെ സമ്പൂർണ്ണ കൃതികളുടെ 183-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ആദം നബി അലൈഹിസ്സലാം മുഹമ്മദ് നബിയുടെ തിരുപ്പേരാശ്രയം കൊണ്ട് തവസ്സുലാക്കിയതിന്റെ പേരിൽ ആദം നബിയുടെ പാപം പുറത്തു കൊടുത്ത അല്ലാഹ്, മഹാപാപികളിൽപ്പെട്ട എന്റെ പാപവും ആ പുണ്യപ്രവാചകന്റെ തിരുപ്പേരാശ്രയം കൊണ്ട് നീ പുറത്തു തരണേ. ക്രിസ്ത്യാനികളോട് സംവാദം നടത്തുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച എന്റെ ഉദ്യമത്തെ ആ മുഹമ്മദ് നബിയെ കൊണ്ട് നീ വിജയിപ്പിച്ചു തരണേ. ഞാൻ വെല്ലുവിളിക്കട്ടെ, കേരളത്തിലുള്ള മുജാഹിദുകൾ നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട് സനാഉല്ലാ മക്തി തങ്ങളുടെ 1912 ചരമത്തിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റാണ്ട് ആഘോഷിക്കുന്ന മുജാഹിദുകളോട് ചോദിക്കട്ടെ, സനാഉല്ലാ മക്തി തങ്ങൾ ആദം നബി അലൈഹിസ്സലാമിന്റെ തവസ്സുൽ അംഗീകരിച്ചു, അതുപ്രകാരം പ്രവർത്തിച്ചു, റസൂലിനെ കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് അല്ലാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി അർത്ഥിച്ചുവെന്ന് മാത്രമല്ല, ക്രിസ്ത്യൻ സമൂഹത്തോട് പുറപ്പെട്ട അദ്ദേഹത്തിന്റെ ഉദ്യമത്തെ മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുലാക്കിയത് തന്റെ സൂറക്രിയുടെ 180 പേജിൽ അദ്ദേഹം കുറിച്ച് നിർത്തിവെച്ചുകൊണ്ട് ആ വെളിയാളത്തിനെ ആദരിച്ചില്ലേ? നാം ആ വെളിയാളത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മറുപഞ്ഞില്ലേ? നിസ്കാര ശേഷം 10 ലാ ഇല്ലല്ലാഹ് നമ്മൾ ചൊല്ലുന്നില്ലേ? മയ്യത്തിന്റെ പിറകിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നില്ലേ? മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നില്ലേ? ജനിച്ച വ്യക്തിയുടെ വലതുകാതിലും ഇടതുകാതിലും നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നില്ലേ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനത്തിലാണ് ഇവർക്ക് അബദ്ധം പിണഞ്ഞത്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമേ ഇബാദത്തിന് അർഹതയുള്ളൂ. അല്ലാഹു മാത്രമേ ഇബാദത്തിന് അർഹതയുള്ളൂ. അപ്പൊ എന്താണ് ഇബാദത്ത്? ആരാധന. എന്താണ് ആരാധന? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവ്വ അമ്പിയാക്കളും പഠിപ്പിച്ചു, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, പ്രവാചകന്റെ വചനങ്ങൾ പഠിപ്പിച്ചു, മുൻഗാമികളുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു, മുസ്ലിം ലോകത്തെ ഏകീകരിച്ച അഭിപ്രായം നമ്മെ പഠിപ്പിച്ചു. ഇബാദത്ത് എന്ന് പറയുന്നത് ഇലാഹിന്റെ മുമ്പിൽ നടത്തുന്ന വണക്കമാണ്, റബ്ബിന്റെ മുമ്പിൽ നടത്തുന്ന വണക്കമാണ്, റബ്ബ് തയുടെ മുമ്പിൽ നടത്തുന്ന വണക്കമാണ് ഇബാദത്ത്. അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുലി, ഏറ്റവും താഴ്ന്ന പരമമായ വിനയവും വണക്കവും, അതിനപ്പുറഞ്ഞൊരു വിനയവും വണക്കവുമില്ല.
മറ്റാളുടെ കീഴിലല്ലാതെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു പടച്ച തമ്പുരാന്റെ മുമ്പിൽ കാണിക്കുന്ന വണക്കത്തെയാണ് ഇബാദത്ത് എന്ന് പറയുക. താഴ്മയുടെ പ്രകടനം. ഒരാളിപ്പോ മമ്പുറത്ത് പോയിട്ട് മമ്പുറത്തെ തങ്ങളെ അവിടുത്തെ ശുപാർശ എനിക്ക് തരണേ, എന്റെ കാര്യത്തിൽ അവിടുന്ന് ഒന്ന് ശുപാർശ ചെയ്യണേ എന്ന് പറയുന്നത് ഇബാദത്തല്ല. അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അത് ഒരിക്കലും ഇബാദത്തല്ല, റസൂലിനുള്ള ഇബാദത്തല്ല. അതല്ലെങ്കിൽ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളോട് ഇങ്ങനെ പറഞ്ഞാൽ അത് മുഹിയുദ്ദീൻ ശൈഖിനുള്ള ഇബാദത്തല്ല. കാരണം മമ്പർത്ത തങ്ങളാവട്ടെ, അള്ളാഹുവിന്റെ റസൂലാവട്ടെ, മുഹിയുദ്ദീൻ ശൈഖാവട്ടെ, റിഫായി ശൈഖാവട്ടെ, ആരാവട്ടെ, ജിന്നാവട്ടെ, മലക്കാവട്ടെ, അവരോടൊരു കാര്യം അപേക്ഷിക്കുന്നതോ അവരോടൊരു കാര്യം ചോദിക്കുന്നതോ അവർക്കുള്ള ഇബാദത്തല്ല. കാരണം അവരൊക്കെ സ്വതന്ത്രരല്ല, അവരൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിനു വിധേയമായി മാത്രം ഉള്ളവരാണ്. അല്ലേ നമ്മുടെ വിശ്വാസം, അതല്ലേ നമ്മുടെ കാഴ്ചപ്പാട്, അതല്ലേ നമ്മുടെ നിലപാട്, അതല്ലേ നമ്മുടെ വീക്ഷണം, അതല്ലേ നമ്മുടെ വിശ്വാസം. ഇത്തരുണത്തിൽ മമ്പർത്ത് തങ്ങളോട് അവിടുത്തെ ശുപാർശ ആവശ്യപ്പെടുന്നത് ഒരിക്കലും തന്നെ അവിടത്തോടുള്ള ഇബാദത്തല്ല. അതിന് വേണമെങ്കിൽ ഇസ്തിഗാസ എന്ന് പറയാം. ഇസ്തിഗാസ ഒരിക്കലും ഇബാദത്തല്ല. തവസ്സുൽ ഒരിക്കലും ആ മഹാന് ചെയ്യുന്ന ഇബാദത്തല്ല. ഇവിടെയാണ് കേരളത്തിലുള്ള മുജാഹിദുകൾക്ക് ഏറ്റവും ആഴമേറിയ അബദ്ധം സംഭവിച്ചത്. മുജാഹിദുകൾക്കും സംഭവിച്ചു, ജമാഅത്തുകാർക്ക് സംഭവിച്ചു, തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾക്കും സംഭവിച്ചു. യാതൊരു സംശയവുമില്ല. നിങ്ങൾ നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റായി മരിച്ചുപോയ സാക്ഷാൽ ഉമർ മൗലവി തന്നെ പറയട്ടെ. അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് അദ്ദേഹം മുജാഹിദിന്റെ കാഴ്ചപ്പാട് പ്രകാരം നബിമാർക്ക് പരിചയമില്ലാത്ത, ഔലിയാക്കൾക്ക് പരിചയമില്ലാത്ത, സ്വഹാബത്തിനോ ഒരാൾക്കും പരിചയമില്ലാത്ത ഒരു പുത്തൻ ഇബാദത്ത്, ഒരു പുത്തൻ നിർവചനം അയാൾ സ്വന്തമായിട്ട് പറഞ്ഞുണ്ടാക്കുന്നു. നോക്കൂ ഉമർ മൗലവി. ഈ അപേക്ഷയുണ്ടല്ലോ, ഈ അപേക്ഷ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എന്താ മാർഗം? കത്തയക്കാൻ കഴിയൂല. അള്ളാഹുവിന്റെ മേൽവിലാസത്തിൽ കത്തയക്കാൻ പറ്റൂല, ഫോൺ ചെയ്യാൻ പറ്റൂല, ടെലക്സ്റ്റ് അടിക്കാനും പറ്റൂല, ഫാക്സും പറ്റൂല. അദ്ദേഹം പറയുന്നത് എന്താണ്? അള്ളാഹ്ക്ക് അഡ്രസ് ഇല്ല എന്നാ പറയുന്നത്. അള്ളാഹ്ക്ക് അഡ്രസ്സിൽ കത്ത് എഴുതാൻ പറ്റുന്നില്ല. അയാൾ പറയണേ, അള്ളാഹിന്റെ അഡ്രസ്സിൽ നമുക്ക് കത്ത് എഴുതാൻ പറ്റൂലല്ലോ, അള്ളാഹിന്റെ അഡ്രസ്സിൽ നമുക്ക് ഫാക്സ് എഴുതാൻ പറ്റൂലല്ലോ, ഫാക്സ് അയക്കാൻ പറ്റില്ലല്ലോ, മേൽവിലാസമല്ലല്ലോ, പിന്നെന്താ നമ്മൾ ചെയ്യാ? അള്ളാഹ്ക്ക് നമ്മളെ കാര്യങ്ങൾ എങ്ങനെ എത്തിച്ചു കൊടുക്കുക? പറയട്ടെ, അയാളല്ല ഒന്നും നടക്കൂല. പിന്നെ എന്താ പണി? ഇത് കാണുന്നില്ല. ഭൗതികമായ ദൃശ്യമായ മാർഗം ഇല്ല. കണ്ടോ അദ്ദേഹം സ്വന്തമായി ഇസ്ലാമിലില്ലാത്ത ഒരു പുതിയ ആശയം അയാൾ ഉണ്ടാക്കുകയാണ്. അദ്ദേഹം മരിച്ചുപോയി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ നമ്മൾ അപകീർത്തിപ്പെടുത്തുന്നില്ല. പക്ഷേ അദ്ദേഹം നബിമാർക്കോ മറ്റുള്ളവർക്കോ ഖുർആനിനോ ഹദീസിനോ പരിചയമില്ലാത്ത തികച്ചും പുത്തനാശയം അദ്ദേഹം പറഞ്ഞുണ്ടാക്കുന്നു. നോക്കൂ, പറയട്ടെ. മനസ്സിൽ കരുതിയത് പോലും അവ അറിയുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണ് അള്ളാഹു. ആ നിലക്ക് അപേക്ഷ എന്ന് പറയില്ലേ. അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല. ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? അദ്ദേഹം പറയുന്നത് മനസ്സിലാവുന്നില്ലേ? അത് അവരുടെ വാദമാണ്. മനസ്സിലായാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല, നമ്മൾ ക്ലിപ്പിടും. അഭൗതികവും അദൃശ്യവുമാണ്. അവിടുന്ന് ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് അതിന് വേണ്ടത് ചെയ്തു തരിക എന്നുള്ളതിനും ഭൗതികമായ ദൃശ്യമായ മാർഗമില്ല. അതും അഭൗതികവും അദൃശ്യവും തന്നെയാണ്. ആണ് പ്രാർത്ഥന. അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. അതാണ് പ്രാർത്ഥന. അദ്ദേഹം പറഞ്ഞ എന്താണ് പ്രാർത്ഥന? ഞാൻ പറഞ്ഞു, എന്റെ സദസ്സ് ശരിക്ക് ശ്രദ്ധിക്കണം. ഇബാദത്ത്, ആരാധന എന്ന് പറഞ്ഞാൽ ഇലാഹിന്റെ മുമ്പിൽ നടത്തുന്ന പരമമായ വണക്കത്തെ പറ്റിയാണ് ഇബാദത്ത് എന്ന് പറയുക. ആ ഇബാദത്തിന്റെ ഇനങ്ങളിൽ ഒരുപാട് ഇബാദത്തുകളുണ്ട്. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സകാത്ത്, ദിക്ർ, സലാത്ത്, ഇങ്ങനെ പല ഇബാദത്തുകളും നമ്മുടെ മുമ്പിലുണ്ട്. ആ കൂട്ടത്തിൽ
ഇലാഹിനോട് നടത്തുന്ന അപേക്ഷയെ പറ്റിയാണ്, റബ്ബിനോട് നടത്തുന്ന അപേക്ഷയെ കുറിച്ചാണ് ദുആ അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുക. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹുവിന്റെ നിർവചനം നിങ്ങൾ കേട്ടിട്ടില്ലേ? തലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു. ഒരടിമ, ഒരു ദാസൻ തന്റെ റബ്ബിൽ നിന്ന് തന്റെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിനാണ് ദുആ എന്ന് പറയുക. എന്നാൽ ഇദ്ദേഹം പറയുന്നത് എന്താ? ഇദ്ദേഹം പറയുന്നു അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ സമർപ്പിക്കുന്ന അപേക്ഷയെ പറ്റിയാണ് പ്രാർത്ഥന എന്ന് പറയുക.